മുള്ളൂർക്കര ആറ്റൂരിൽ നവജാത ശിശുവിനെ പാറമടയിൽ ഉപേക്ഷിച്ച് അമ്മ. യുവതിക്കെതിരെ ചെറുതുരുത്തി പോലീസ് കേസെടുത്തു. ആറ്റൂർ ഭഗവതിക്കുന്നിലെ 37 വയസ്സുള്ള സ്വപ്നയാണ് സ്വന്തം വീട്ടിലെ ശുചിമുറിയിൽ പ്രസവിച്ച ശേഷം കുഞ്ഞിനെ ബാഗിലാക്കി അടുത്തുള്ള ക്വാറിയിൽ ഉപേക്ഷിച്ചത്. 2 ആഴ്ച മുൻപാണ് കേസിനാസ്പദമായ സംഭവം. ഗർഭിണിയായ വിവരം യുവതി വീട്ടുകാരിൽ നിന്നും മറച്ചുവെക്കുകയായിരുന്നു. ഗുളിക കഴിച്ചതിനെ തുടർന്ന് ശാരീരിക അസ്വസ്ഥത നേരിട്ട യുവതി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. ചെറുതുരുത്തി പോലീസിന്റെ നേതൃത്വത്തിൽ ഫോറൻസിക് ഉദ്യോഗസ്ഥർ ആറ്റൂരിലെ യുവതിയുടെ വീട്ടിലെത്തി തെളിവെടുപ്പ് നടത്തി. യുവതി ആശുപത്രിയിൽ പോലീസ് നിരീക്ഷണത്തിലാണ് ഉള്ളത്. കൂടുതൽ വിവരങ്ങളുമായി സുജിൽ ചേരുന്നു. സുജിൽ, വളരെ ദാരുണമായൊരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ശിശുവിന്റെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയുണ്ട്? ഇങ്ങനൊരു യുവതിയെ ഇങ്ങനൊരു കൃത്യം ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്താണ്? ഹലോ, സുജിൽ പറഞ്ഞോളൂ. വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഇന്ന് ചെറുതുരുത്തി മുള്ളൂർക്കര ആറ്റൂരിൽ സംഭവിച്ചിരിക്കുന്നത്. മുള്ളൂർക്കര ആറ്റൂരിൽ ശിശുവിനെ കരിങ്കൽ കോറിയിൽ നവജാത ശിശുവിനെ കരിങ്കൽ കോറിയിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മുള്ളൂർക്കര ഭഗവതിക്കുന്ന് പ്രദേശത്തെ താമസിക്കുന്ന സ്വപ്ന, 37 വയസ്സുള്ള സ്വപ്നയാണ് ഇതുമായി ബന്ധപ്പെട്ട് ചെറുതുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വീട്ടുകാരറിയാതെ തന്നെ പ്രസവം നടത്തുകയും അതുപോലെ തന്നെ ഈ നവജാത ശിശുവിനെ ബാഗിലാക്കി വീടിനടുത്തുള്ള ഒഴിഞ്ഞു കിടക്കുന്ന കോറിയിൽ ഉപേക്ഷിക്കുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ യുവതിയുടെ വീട് പാലക്കാട് ജില്ലയിലെ കുളപ്പുള്ളി പ്രദേശത്താണെന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിച്ച വിവരം. ഇതിനടുത്തുള്ള ഒരു ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പിലെ ഇപ്പോൾ പ്രവർത്തനരഹിതമായ ഒരു കോറിയിലാണ് യുവതി ഈ നവജാത ശിശുവിനെ ബാഗിലാക്കി ഉപേക്ഷിച്ച നിലയിൽ പോലീസ് കണ്ടെത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് ഫോറൻസിക് വിഭാഗം ഇന്ന് സ്ഥലത്തെത്തുകയും തെളിവെടുപ്പ് നടത്തുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ ആയി വരുന്നതേയുള്ളൂ. പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സുജിൽ, അതുപോലെ തന്നെ ഈ യുവതി വിവാഹിതയാണോ? ശാരീരിക അസ്വസ്ഥതകൾ മൂലം ഇപ്പൊ യുവതിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. എന്താണ് ഇപ്പോ യുവതിയുടെ ഒരു നില? അതുപോലെ തന്നെ പോലീസിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണോ? പോലീസിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിച്ചു വരികയാണ്. അതുപോലെ തന്നെ യുവതി ഡെലിവറി നടക്കുന്നതിന്, പ്രസവം നടക്കുന്നതിന് വേണ്ടി ഗുളിക കഴിക്കുകയും ഇതേ തുടർന്ന് ശാരീരിക അസ്വസ്ഥത നേരിടുകയും തുടർന്ന് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുകയും ചെയ്തിരുന്നു. ഇങ്ങനെയാണ് പോലീസ് വിവരം അറിയുന്നതും അതുപോലെ തന്നെ മറ്റ് നടപടികളിലേക്ക് കടക്കുന്നതുമെല്ലാം. യുവതി വലിയ രീതിയിൽ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നാണ് നമുക്ക് ഇപ്പോൾ നിലവിൽ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതുപോലെ തന്നെ യുവതി നേരത്തെയും വിവാഹം കഴിച്ചതാണ് യുവതി. അതുപോലെ തന്നെ അതിൽ കുട്ടികളുമുണ്ട് എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിച്ച വിവരം. ഇപ്പോൾ അടുത്ത നടപടിക്രമങ്ങൾ എന്താണ്? അടുത്ത നടപടിക്രമങ്ങളെ കുറിച്ച് പോലീസ് കൃത്യമായ വിവരങ്ങൾ നമുക്ക് നൽകിയിട്ടില്ല. തുടർന്ന് അന്വേഷണം വേണ്ട രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ അതുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ അറിയിക്കാം എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിച്ച വിവരം. കാരണം ഇത് കുറച്ചുകൂടി സങ്കീർണമായ ഒരു കേസാണെന്ന് ഉള്ളത് കൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ പെട്ടെന്ന് അവർ പുറത്തുവിടുന്നതിന് ഒരു ചെറിയ താമസം വയ്ക്കുന്നുണ്ട്. കാരണം കൂടുതൽ ഇതിന്റെ അന്വേഷണങ്ങൾ നടന്നു വരികയാണ്. ഇദ്ദേഹത്തിന്റെ ഈ പ്രതിയുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് വീട്ടുകാർ അറിഞ്ഞില്ല എന്ന് പറയുന്നു. 8 മാസമായിട്ടാണ് യുവതി പ്രസവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്രയും കാലം വീട്ടുകാർ അറിഞ്ഞില്ല, മറ്റുള്ളവർ അറിഞ്ഞില്ല എന്ന് പറയുന്നതിൽ ചെറിയ രീതിയിൽ പോലീസ് സംശയം വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണം കുറച്ചുകൂടി വിപുലമായ രീതിയിൽ നടത്തുന്നതിന് വേണ്ടി കൂടുതൽ വ്യക്തത വരുത്താനുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം എന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം.